2 തിമോഥെയോസിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ ക്ലിപ്പ് പറഞ്ഞേ, വായിച്ചേ. നീയോ ഇന്നവനോട് 2 തിമോഥെയോസ് 3:14 വായിക്കും. നീയോ ഇന്നവനോട് പഠിച്ചു ഓർക്കുകയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചു നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. മതി. ഇത് അധികം പ്രസംഗിക്കപ്പെടാത്ത ഒരു വേദഭാഗമാണ്. എല്ലാ തിരുവെഴുത്തുകളും ദൈവവിശ്വാസ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം എന്ന് തുടങ്ങി, വെളിപ്പാട് പുസ്തകത്തിൽ ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന് പറയുന്ന വചനങ്ങളെല്ലാം പുതിയ നിയമ പഴയ നിയമ തിരുവെഴുത്തുകളിൽ പെടും. ദൈവവിശ്വാസ്യമാണ്, തർക്കമല്ലാത്ത വിഷയമാണ്. അതിനാരെങ്കിലും എതിർത്ത് പറഞ്ഞാൽ അത് തെറ്റായ ഉപദേശം. ഞാനങ്ങനെ എതിർക്കാറില്ല. എന്നാൽ ഇവിടെ പൗലൂസ് ഒരു തിരുത്ത് കൊടുക്കുന്നുണ്ട്. നീയോ ഇന്നവനോട് പഠിച്ചു എന്നോർക്കുകയും. പൗലൂസ് ആരോടാ പഠിച്ചേ? സോറി ഇത് തിമോഥെയോസിനോടാ പറയുന്നത്. തിമോഥെയോസ് ആരോടാ പഠിച്ചേ? പൗലൂസിനോട്. നീയോ ഇന്നവനോട് പഠിച്ചു എന്നോർക്കുകയും. ഇതാർക്ക് മനസ്സിലാതെ കിടക്കുന്ന ഒരു മിസ്റ്ററിയാണ്, ഒരു മർമ്മം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നീ ഇന്നവനോട്, തിമോഥെയോസെ നീ പൗലൂസിനോട് പഠിച്ചു. അന്നത്തെ കാലഘട്ടത്തിൽ കൂടെ പഠിക്കാൻ വേറെ ആരും ഇല്ലായിരുന്നു. എല്ലാവരിതൊന്നും എല്ലാം പഠിക്കാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. ഈ പഠിക്കുന്ന പഠിതാക്കൾ എന്നൊക്കെ പറഞ്ഞാൽ ജഡീകന്മാരാ നല്ലൊരു ശതമാനം. ഒരു ചുക്കും പഠിക്കാനില്ല പലരിൽ നിന്നും. ജാതി വെറി പറയുന്ന ഭാഷയോട് എന്നാ പഠിക്കാനാണ്? അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ജാതി വെറിയും ഈ രാഷ്ട്രീയ പൊളിറ്റിക്സ് ചിന്താഗതി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്നാ വചനം വെളിപ്പെടും? ഒന്നും വെളിപ്പെടുത്തില്ല. സുവിശേഷം വിറ്റ് നിന്ന് കുറേ കാശുകൾ ഉണ്ടാക്കി അമേരിക്കയിലും ലണ്ടനിലും അവിടെ ഇവിടെയൊക്കെ വീടുമൊക്കെ മേടിച്ചിട്ട് ചുമ്മാ ഇരുന്ന് ഷൈൻ ചെയ്യുക, ഫോട്ടോ ഇട്ടിരുന്നു. ഇവരെയൊക്കെ ഈ ലോകത്തു നിന്ന്, ഈ ആത്മീയ ഗോളത്തിൽ നിന്ന് മാറ്റിക്കളയണം. യഥാർത്ഥ ദൈവമക്കൾ ഇവരെയൊക്കെ മാറ്റണം. അല്ലെങ്കിൽ സഭയ്ക്ക് നിലനിൽപ്പില്ല. സഭ ആത്മീക മൂല്യച്യുതിയിലേക്ക് മൂക്കൂത്തി വീഴും. പ്രസ്ഥാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന അഹരോന്റെ ലീഡർഷിപ്പുള്ള പലരും, ഞാൻ അഹരോന്റെ എന്ന് പറയാനുള്ള കാര്യം എന്താ? മോശ പ്രമാണം വാങ്ങാൻ പോയപ്പോൾ അഹരോൻ എന്ത് ചെയ്തു? കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കാൻ എല്ലാവരുടെയും പൊന്നും വെള്ളിയും. പൗലൂസ് പറഞ്ഞ ആരുടെയും വെള്ളിയും പൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഇപ്പം ഇന്നത്തെ കുറെ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരുണ്ട്, അവർക്ക് വെള്ളിയും പൊന്നും മതി. അവരും അവരുടെ ഭാര്യമാരും വെള്ളിയും പൊന്നും ഇടത്തില്ല. വെള്ളിയും പൊന്നും ഇടുന്നവരെ അവരുടെ മുമ്പിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും അവർ സമ്മതിക്കുകയും ചെയ്യും. അതിൻ്റെ കാര്യം എന്താ? ഇതൊക്കെ തെറ്റാണ്. വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ലെന്നാ പറഞ്ഞത് അപ്പോസ്തലന്മാർ. ആരുടെ വെള്ളിയോ പൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ലെന്നാ പൗലോസും ശിഷ്യന്മാരൊക്കെ പറഞ്ഞത്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇത് ശരിക്കും മനസ്സിലാക്കണം ഈ ഭാഗം. നീയോ ഇന്നവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ. മതിയായ തിരുവെഴുത്ത് അതേതാ? പൗലൂസിൽ നിന്ന് തിമോഥെയോസിന് ലഭിച്ചുകൊണ്ടിരുന്ന വചനങ്ങൾ. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത്. നീ ഇന്നവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും. എന്നിൽ നിന്നല്ലേ പഠിച്ചേ? ഇന്നവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കാം. അതൊന്ന് ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലോട്ട് ശരിക്കും കയറണം. ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് കർത്താവിൻ്റെ ദാസനൊക്കെ ഉള്ള സമയത്ത് ഒരു 8-10 വർഷം മുമ്പുള്ള കാര്യം. അവിടെ പോയി ഞങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത്, ഞങ്ങൾ ഈ പുതിയ നിയമം പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാസ്റ്റർ വന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ നിങ്ങൾ ഈ പുതിയ നിയമം മാത്രം പറയാതെ പഴയ നിയമം നമ്മൾ പഴയ നിയമം പ്രസംഗിക്കുന്നുണ്ട്, സന്ദർഭോചിതമായി പ്രസംഗിക്കും. എന്നാൽ ഞങ്ങൾ സഭയെ പഠിപ്പിക്കുമ്പോൾ ഉപദേശമാണ് പഠിപ്പിക്കുന്നത്. ഉപദേശം പഠിപ്പിക്കാതെ പഴയ നിയമം കയറി വരേണ്ട കാര്യമില്ല. ഉപദേശം പുതിയ നിയമത്തിലാണ് നടക്കുന്നത്, പഴയ നിയമത്തിലില്ല. അത് മോശയിക പ്രമാണമല്ലേ? മോശയുടെ ഉപദേശമല്ലേ? അത് ഇസ്രായേൽ മക്കളുടെ ഉപദേശമല്ലേ? പുതിയ നിയമത്തിൽ ഉപദേശം കർത്താവായ യേശുക്രിസ്തു അപ്പോസ്തലന്മാർ കൊടുത്തതും അപ്പോസ്തലന്മാരാൽ നമ്മളിൽ ലഭിച്ച വാക്കിനാൽ ലേഖനത്താൽ കിട്ടിയ പ്രമാണമാണ് പുതിയ നിയമോപദേശം. അത് ഞങ്ങൾ പറയുമ്പോൾ അവിടെ പഴയ നിയമം ചിലപ്പോൾ സന്ദർഭങ്ങളിൽ സന്ദർഭോചിതമായി പല കാര്യങ്ങൾ തെളിയിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ചിലപ്പോൾ പ്രയോഗിക്കാറുണ്ട്, കർത്താവ് നിയമം തരുന്ന പോലെ. അപ്പൊ ഇവിടെ പൗലോസ് പറയും, എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന്
ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് പുള്ളി പറഞ്ഞപ്പോൾ പറഞ്ഞു അതെ ശരിയാ. എല്ലാ തിരുവെഴുത്തും നമുക്ക് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നല്ലതാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം പഠിക്കുമ്പോൾ പഴയ നിയമം ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു അല്ലേ? അങ്ങനെയല്ലേ പൗലോസ് പറയുന്നത്? ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. 5 വിധ പാപം ചെയ്ത് അന്യപ്പെട്ടു പോയ ആ ഇസ്രായേൽ മക്കളുടെ ചരിത്രം പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ അതെന്തായിട്ടാണ് കിടക്കുന്നത്? ബുദ്ധി ഉപദേശമായിട്ടാണ് കിടക്കുന്നത്. അവർ ദുർലോഭികളായി തീർന്ന പോലെ അവർ ദുർമോഹികളായി തീർന്ന പോലെ നാം ദുർമോഹികളാകരുത്. അവർ വിഗ്രഹാരാധികളായി തീർന്ന പോലെ നാം വിഗ്രഹാരാധികളാകരുത്. അവർ പരസംഗത്താൽ ഒരു ദിവസത്തിൽ 3000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ ദൈവത്തെ പരീക്ഷിച്ചു അവരിൽ ചിലർ പെറുവിറുത്ത് സംഹാരികളായി നശിച്ചുപോയതിലെ നാം പെറുവിറുക്കരുത്. അപ്പൊ ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിക്കുക, ദൈവത്തോട് പിറുപിറുക്കുക, ഇത് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു എന്ന പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് വന്ന 5 പാപത്തിന്റെ പട്ടികകൾ പുതിയ നിയമസഭയിലെ വിശ്വാസികൾക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് ശക്തമായ താക്കീതാണ് പൗലോസ് കൊടുക്കുന്നത്. മനസ്സിലായോ? ഹലോ, ശക്തമായ താക്കീത. അവർക്ക് വന്ന 5 പാപങ്ങൾ നമുക്ക് വരരുത്. ആ പാപങ്ങൾ വന്നുപോയാൽ നമ്മൾ ദൈവത്തിൽ അന്യപ്പെട്ടു പോകും. അവർക്കത് ദൃഷ്ടാന്തം, നമുക്ക് ബുദ്ധി ഉപദേശം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പഴയ നിയമത്തിലുള്ള പല കാര്യങ്ങളും എന്താണ്? ബുദ്ധി ഉപദേശമാണ്. ഇസ്രായേൽ മക്കൾക്ക് യഹോവ ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു എന്നുള്ള വചനം അനുസരിക്കാതെ അവർ ദൈവശിക്ഷ പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതുപോലെ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണം നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മളും ദൈവശിക്ഷ പ്രാപിച്ച് അന്യപ്പെട്ടു പോകും. ദൈവത്തിൽ ബുദ്ധി ഉപദേശം. അപ്പോൾ ഈ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്ത് ഏതാണെന്ന് പൗലോസ് തിമോഥെയോസിന് തെളിയിച്ചു കൊടുക്കുന്ന വാക്യമാണ് 2 തിമോഥെയോസ് 3:14-15. നീയോ ഇന്നവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. എത്ര ഷാർപ്പായിട്ടാ പൗലോസ് പറയുന്നത്. നീ എന്നോട് പഠിച്ച കുറെ തിരുവെഴുത്തുണ്ടല്ലോ, അത് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ച ആ തിരുവചന വ്യവസ്ഥയിൽ നീ എന്ത് ചെയ്യണം? നിലനിൽക്കണം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം എടുത്താട്ട് 8:31-32 ഒന്ന് വായിക്കാം. 8:31-32 കുറച്ച് വായിക്കണേ. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ. അനേകരുടെ കണ്ണുകൾക്ക് ഇതങ്ങോട്ട് മറഞ്ഞു കിടക്കുന്ന വാക്യമാണെന്ന് ഞാനങ്ങ് തോന്നിപ്പോകും. ലോകത്ത് കുറെ ശിഷ്യന്മാർ കിടപ്പുണ്ട്. അരിസ്റ്റോട്ടലിന്റെ ശിഷ്യന്മാരുണ്ട്, പിന്നെ സോക്രട്ടീസിന്റെ ശിഷ്യന്മാരുണ്ട്, ലെനിന്റെ ശിഷ്യന്മാരുണ്ട്, ഡാർവിന്റെ ശിഷ്യന്മാരുണ്ട്, പിന്നെ പാപം ചെയ്ത് കൂത്താടി മരിച്ച ഒരുത്തനുണ്ടല്ലോ രജനീഷിന്റെ ശിഷ്യന്മാരുണ്ട്, പിന്നെ ഡാർവിന്റെ ശിഷ്യന്മാരുണ്ട്. ഒത്തിരി ശിഷ്യന്മാർ കിടപ്പുണ്ട് ലോകത്ത്. മോശയുടെ ശിഷ്യന്മാർ കിടപ്പുണ്ട് പെന്തക്കോസ്ത് കുളത്തിൽ, അതാ ഏറ്റവും കൂടുതൽ. എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാരോട്, കർത്താവിന്റെ ശിഷ്യത്വത്തിലേക്ക് ആർക്കെങ്കിലും വരാൻ കഴിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. 10:28-20 എന്താ കാണാത്ത? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാന്ത കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ആരുടെ ശിഷ്യരാക്കാൻ? മോചന ശിഷ്യരാക്കാൻ. എന്നത്തെ ചിലരുടെ ശിഷ്യരാക്കൽ കണ്ടു കഴിഞ്ഞാൽ മോചന ശിഷ്യരാക്കാൻ തോന്നിപ്പോവുക. സങ്കീർത്തനം പാടി മോചന ശിഷ്യന്മാരാക്കി കൊണ്ടു നടക്കുക. എന്നിട്ട് കോടതിയിൽ നിന്നും കേസും വഴക്കും വയ്യാവേലിയായിട്ട് നടക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൂടി സുവിശേഷവും കൂടി പ്രസംഗിക്കുക. അതാണ് അതിലും വിചിത്രം. കോടതി പോയി വഴക്കും കേസും പറഞ്ഞ് കാശും മുടക്കി സ്വത്രാഴ്ച എടുത്ത് കോടതി കൊണ്ടുപോയി കൊടുത്ത് വക്കീലിന് കൊടുക്കുന്ന പെന്തോക്കോസ് ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ
അവർ ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ ശിക്ഷ നിന്റെ മേൽ വരും. പാവം പിടിച്ച വിശ്വാസികളുടെ സ്തോത്രാഴ്ച മേടിച്ച് കൂട്ടിവെച്ച് അത് വക്കീലിന് കൊടുത്ത് കേസിന് വാദിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ന്യായവിധി വരാൻ പോവുകയാണ്. തെന്നി മാറിക്കോ അതിൽ നിന്ന്. എനിക്ക് നന്നായിട്ടറിയാം. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ നിന്നപ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പാസ്റ്റർ, പേരും പ്രസ്ഥാനമൊന്നും ഞാൻ പറയുന്നില്ല, ഒരു കേസിന് വേണ്ടി എന്നോട് വരാനായിട്ട് ഒരു ദിവസം പറഞ്ഞു, പാസ്റ്റർ സഹോദരൻ കുളിച്ച് ഒരുങ്ങി റെഡിയായിട്ട് 10 മണിക്ക് അവിടെ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ പോകാനാ കേസിന്, വേറെ ആളെ നോക്കാൻ പറഞ്ഞു. പുള്ളി അന്തിച്ചു പോയി ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട്. എന്നെ കിട്ടത്തില്ല കേസിനും കോടതിക്കുന്നു. അന്ന് ഞാൻ ഉപദേശമൊന്നും പഠിച്ചിട്ടില്ലെന്ന് ഓർത്തോണ. എന്നിട്ട് പോലും എനിക്ക് അന്ന് കേസും കോടതിയും ദൈവമക്കൾക്ക് പാടില്ലെന്ന് അന്ന് പോലും ഒരു ഉത്ബോധം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താ അതിൽ നമ്മൾ പഠിക്കേണ്ടത്? ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യം ഒഴിഞ്ഞിരിക്കാൻ കഴിയും. പാസ്റ്റർമാർ വിശ്വാസികളെയും കൊണ്ട് കോടതിയിൽ പോയി അതും രക്ഷിക്കപ്പെട്ട വക്കീലിനെയും കൊണ്ടാണ് പോകണം. അതാ അതിൻ്റെ രസം. ഇതൊക്കെ കൊടിയ പാപമാണെന്ന് ദൈവമക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. കാരണം അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൽ ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ഈ അന്യായം കോടതി കയറുന്ന വിഷയത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. വായിച്ചിട്ടാണ് പൗലോസ് പറയുന്നത് അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കയില്ല. ഈ അന്യായം ഏതൊക്കെ വരും? ഈ കോടതി കയറുന്നതും വരും, വിഗ്രഹാരാധന വരും, ദുർനടപ്പ് വരും, വിചാരം വരും, സ്വയഭോഗ്യം വരും, പുരുഷകാമി, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. ജഡത്തിന്റെ പ്രവൃത്തി, ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് എന്നിവ ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. സിനിമ, നാടകം, സീരിയൽ കാണുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല. സംശയം എന്താ? പാഷന്മാരെ പ്രസംഗിക്കാതെ അവർ കാണുന്നുണ്ടോ? പ്രസംഗിക്കാതെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ? അവർ കാണുമ്പോൾ അവർക്ക് അത് പ്രസംഗിക്കാൻ പറ്റുമോ? വലിയ ഉശിരൻ മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് പോയി സിനിമ കാണുന്ന പാസ്റ്റർമാർ എത്ര പേരുണ്ട്? എനിക്കറിയാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചന ലംഘനം നടത്തിയാൽ എപ്പോഴും പറയുന്ന ഭാഷയാണ്, സ്വർഗീയ കോടതി നമ്മുടെ മേൽ FIR ഇടും, നമ്മളറിയില്ല FIR വീഴുന്നത്. അവസാനം ശിക്ഷ വിധിച്ചു കഴിയുമ്പോൾ മനസ്സിലാക്കുന്നത് അയ്യോ എൻ്റെ അവസ്ഥ ഇതാണല്ലോ. അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹത്തോടെ താഴ്മയോടെ വിളിച്ചു പറയുന്നു, ഈ ദൈവകൽപ്പന ലംഘിക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. നീ ഇന്നവനോട് പഠിച്ചു എന്നോർക്കൂ. സ്വത്രം. ഇന്നവനെന്ന് പറഞ്ഞാൽ പൗലൂസിനോട് പഠിച്ചു എന്നോർക്കുക. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്ന നിലനിൽക്കുക. പൗലൂസ് പഠിപ്പിച്ചത് ക്രിസ്തുവിൻ്റെ ഉപദേശമാണ്. പൗലൂസ് പഠിപ്പിച്ചത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. പൗലൂസ് പഠിപ്പിച്ചത് ന്യായപ്രമാണത്തെ കുറിച്ചല്ല. ഒരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞപ്പോൾ അയാൾ വലിയൊരു പാസ്റ്ററാണ്. അയാൾ പറയോ പൗലൂസ് ന്യായപ്രമാണം പ്രസംഗിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു എവിടെയാ പ്രസംഗിച്ചേക്കണം, ഒന്ന് കാണിച്ചു തരാമോ? ആള് തലമിട്ടു. ന്യായപ്രമാണത്തെ കണ്ണിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ അതിൽ കിടക്കുന്നത്. ആ ന്യായപ്രമാണം പ്രസംഗിക്കുന്നതല്ല. ഇത്ര പൊട്ടത്തരം വിളിച്ച് പറയുന്ന മനുഷ്യരുണ്ടോ? ന്യായപ്രമാണം പ്രസംഗിച്ചു എന്ന് ഒരു പാസ്റ്റർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അറിവ് എത്രത്തോളം ഉണ്ട്? എടുത്ത് വായിക്കുക. ഗലാത്യ ലേഖനം 5:1 മുതലുള്ള വാക്യം വായിച്ചാൽ ഒരു ഉദാഹരണമായിട്ട് ഇരുന്നോട്ടെ. ഇത് വായിക്കേ, പെട്ടെന്ന് വായി. ഗലാത്യർ 5:1 മുതൽ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണമായ ക്രിസ്തുവിന്റെ പ്രമാണം നിങ്ങളെ സ്വതന്ത്രരാക്കിയെന്ന് അവിടെ പറയുന്നത്. ആ പ്രമാണത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. അടുത്ത് അടിമനുഖത്തിൽ കൂടി അടിമനുഖം ന്യായപ്രമാണമാണെന്ന്. അടുത്ത് നിങ്ങൾ പരിച്ഛേദനയേറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല പറയുന്നു. അടുത്ത് കാണപ്പെട്ടിരിക്കുന്നു, സാക്ഷീകരിക്കുന്നു. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിലൂടെ സങ്കീർത്തനം വായിച്ച് പാട്ടും പാടി നീ ഒരു ആത്മീയനായി ജീവിക്കാൻ തീരുമാനിച്ചാൽ നീ കൃപയിൽ നിന്ന് വീണുപോയി. നീ ക്രിസ്തുവിൽ നിന്ന് വേർപെട്ടുപോയി. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശത്തിനെ നിർണ്ണയിക്കുന്നേ. IPCയിലെ PM ജോസഫ് എന്ന് പറഞ്ഞ കരുത്തനായ ഒരു 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 പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു എക്സ്-മിലിറ്ററി ഒക്കെ ആയിരുന്നു. അദ്ദേഹം എപ്പോഴും പറയും നമ്മുടെ പ്രസ്ഥാനത്തിൽ പാസ്റ്റർമാര് സങ്കീർത്തനം ഉള്ളത് കൊണ്ടാണ് നിലനിന്ന് പോകണം, ഇല്ലെങ്കിൽ എല്ലാം എന്നേ പിടിക്കപ്പെട്ടേനെ തലകുത്തനെ വീണേനെ. പാസ്സായിരിക്കാൻ പറ്റത്തില്ല, സങ്കീർത്തനം പ്രസംഗിക്കാൻ ഒരു കുഴപ്പമില്ല ഇവിടെ.
സങ്കീർത്തന വ്യാഖ്യാന പുസ്തകം കിട്ടും, എടുത്തു വെച്ച് അങ്ങനെ പോയി, മോശ ഇങ്ങനെ പോയി, ദാവീദ് ഇങ്ങനെ പോയി, ദാവീദ് ഉലവാൻ പോയി, അതുകൊണ്ട് നീ ഉലവാൻ പോയി എന്നൊക്കെ പ്രസംഗിക്കുക, ഒരു കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ അനുസരിച്ച് ജീവിച്ച് വിശുദ്ധീകരണം പ്രാപിക്കേണ്ട പ്രമാണമായത്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണം മുറുകെ പിടിച്ച് ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി, അവരുടെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളികളായി തീരാനാണ് ഈ ഉപദേശം സഭയിൽ പ്രസംഗിക്കേണ്ടത്. പുതിയ നിയമ വിശ്വാസി പുതിയ നിയമ ഉപദേശം തന്നെ അനുസരിക്കണം. പഴയ നിയമം ബുദ്ധി ഉപദേശമായി പ്രസംഗിക്കപ്പെടുക തന്നെ വേണം. അത് നമുക്ക് അനുസരിക്കാനൊന്നുമില്ല. അതിലെന്തെങ്കിലും അനുസരിക്കാൻ പറയുന്നെങ്കിൽ അതിനേക്കാൾ ആ വിഷയം വളരെ ശക്തമായി പുതിയ നിയമത്തിൽ നമ്മളോട് അനുസരിക്കാൻ പരിശുദ്ധാത്മാവ് തൻ്റെ ശിഷ്യന്മാരിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ്, ഈ പുതിയ നിയമം വായിച്ച് പഠിക്കാത്ത കൊണ്ടാണ് പലർക്കും അബദ്ധം സംഭവിക്കുന്നത്. ഇവിടെ തന്നെ പൗലോസ് പറയുന്നു, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെടുത്ത് മോശയുടെ പ്രമാണമല്ലെന്നും നീ എന്നോട് പഠിച്ചതാണെന്നും എന്നോട് പഠിച്ച ക്രിസ്തുവിന്റെ ഉപദേശമാണെന്നും ക്രിസ്തുവിന്റെ പ്രമാണമാണെന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ പത്യവചനം ഭക്തിക്കൊത്ത് ഉപദേശമാണെന്ന് പൗലോസ് തിമോഥെയോസിനെ ഉറപ്പിച്ചു പഠിപ്പിക്കുക. അതിൽ നീ നിലനിൽക്കാനാ പറഞ്ഞത്. അതാ ക്രിസ്തുവിന്റെ ഉപദേശം, അതാണ് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം. മോശയുടെ പ്രമാണം, മോശയുടെ ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിൽ നിലനിൽക്കുന്ന യഹൂദന്മാരോടുള്ള ഒരു വലിയ സംഭാഷണമാണ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. ശരിക്കും വായിച്ച് പഠിക്കണോ? അത് വായിച്ച് പഠിക്കാത്തതുകൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാകാത്തത്. വായിച്ച് പഠിക്കുമ്പോൾ അവരെ കർത്താവ് അവസാനം അവരെ എന്താ വിളിക്കണമെന്ന് അറിയാമോ? നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കളെന്ന് വിളിക്കുന്നു. ഇപ്പൊ മോശ ആരാ? പിശാച. പിശാച് എന്ന പിതാവിന്റെ മക്കൾ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം ഞാനാ. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. മനസ്സിലായോ? എൻ്റെ വചനത്തിൽ. സ്തോത്രം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലൂസ് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് വായിക്കണം. ഫിലിപ്പിയ ലേഖനം എടുത്താട്ടെ. ഫിലിപ്പിയ ലേഖനം ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ 4:1 വായിച്ചേ. ആ ആ ആ ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ പ്രിയമുള്ളവരെ. കർത്താവിൽ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കർത്താവിന്റെ പ്രമാണത്തിൽ നിലനിൽക്കുക. അതല്ലേ യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. നിങ്ങളിപ്പോൾ മോശയുടെ ശിഷ്യന്മാരാ. മോശയുടെ ശിഷ്യന്മാർക്ക് ദൈവരാജ്യമില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് മോശയുടെ പ്രമാണം പഠിപ്പിക്കുന്നില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് ആദ്യം പഠിപ്പിച്ചതാരാ? യോഹന്നാൻ സ്നാപകൻ. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തിൽ പോകാനുള്ള വഴികളെക്കുറിച്ചും എങ്ങും പറയുന്നില്ല. നരകത്തിൽ പോകാനുള്ള സകല പരിപാടിയാണ് അവർ ഒപ്പിച്ചു വെച്ചത്. അതിനെയാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് പൊളിച്ചു പ്രസംഗിക്കുന്നത്. എടുത്താട്ട് എല്ലാവരും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഹല്ലേലൂയ ഹല്ലേലൂയ 21 മുതൽ. കൊല ചെയ്യരുതെന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. അവിടെ കൊല ചെയ്താൽ കൊലപാതകൻ, ഇവിടെ പകച്ചാൽ കൊലപാതകം. വല്ലവരും മനസ്സിലാക്കേണ്ടത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അത് കഴിഞ്ഞിട്ട് അടുത്ത് പറയുന്നത് എന്താ? ഹല്ലേലൂയ. അതിന്റെ 27 വായിച്ചോട്ടെ. മത്തായി 5:27. വ്യഭിചാരം കേട്ടിട്ടുണ്ടല്ലോ. ആ ആ ആക്ഷരിക വ്യഭിചാരം ചെയ്താൽ അവിടെ വ്യഭിചാരിയാകുന്നു. ഇവിടെ ആത്മീയമായി ഹൃദയത്തിൽ മോഹം ജനിച്ചാൽ വ്യഭിചാരം ചെയ്തു എന്ന് കർത്താവ് പഠിപ്പിച്ചു. ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ തലമണ്ടയിലോട്ട് ഇത് കയറാത്ത കാരണം എന്താ? വിശ്വാസികളെ, സഹോദരിമാരെ പീഡിപ്പിക്കുന്ന പാസ്റ്റർമാർ വർദ്ധിച്ചു വരികയല്ലേ? എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട് പത്രത്തിലൂടെയൊക്കെ. എന്താ ഇവരുടെ തലയിലോട്ട് കയറാത്ത ഇത്?
ഇനി അടുത്തത് 31-ാം വാക്യം വായിച്ചാൽ. 5:31. ആ ആ ആ ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം ഹേതുവായിട്ടല്ല ആ ചെയ്യിക്കുന്നു. ആ ആ ഇന്ന് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുകയും ഭർത്താവ് ഉപേക്ഷിച്ചവളെ ഭാര്യ ഉപേക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപേക്ഷിക്കുക വിവാഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെന്തക്കോസ്ത് സമൂഹമല്ലേ നമ്മുടെ കൂടെ, നമ്മളെ ഇവിടെ ഉള്ളത്, ഭൂമിയിലുള്ളത്. 15,000 രൂപ കൊടുത്താൽ ഏത് വഴിയും പോകുന്നവരെ കല്യാണം നടത്തി കൊടുക്കാൻ ഒരു പാർട്ടി കിടപ്പുണ്ട് ഞങ്ങളുടെ അടുത്താ. 15,000 രൂപ കൊടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഉപേക്ഷിച്ചിട്ട് തോന്നിയ പോലെ ഉള്ളവരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാർട്ടി റെഡി. 15,000 രൂപ കൊടുത്താൽ മതി. അപ്പൊ എവിടെ നിൽക്കുന്നു നമ്മൾ? ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ ചർച്ചാണ് AG ചർച്ച്, അസംബ്ലീസ് ഓഫ് ഗോഡ്. അമേരിക്കയിലുള്ള AG ചർച്ചുകളൊക്കെ ബഹുമാനിത്യം നിലനിൽക്കുന്ന ഉപദേശങ്ങൾ അവർക്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെ ഉള്ള പല മുഖ്യന്മാരും ഇവിടെ വന്ന് അത് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പലരും ചെയ്തെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. കൃത്യമായിട്ട് അറിവ് കിട്ടി കഴിഞ്ഞാൽ അന്ന് തൊട്ട് പ്രസംഗിക്കാൻ തുടങ്ങും ഞാൻ. ആ കർത്താവ് പറഞ്ഞത്, അപ്പോസ്തലൻ പറഞ്ഞതിനെ പൊളിച്ചു കളയുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു. അവരെ കുറിച്ചാണ് ഫിലിപ്പിയർ 3:3 പറയുന്നത്, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. വിച്ഛേദനക്കാരെന്ന് പറഞ്ഞാൽ പരിച്ഛേദന പ്രസംഗിക്കുന്നവർ, ന്യായപ്രമാണം പ്രസംഗിക്കുന്നു. ന്യായപ്രമാണം നമുക്ക് പ്രസംഗിക്കാൻ പാടില്ല. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതി ഇസ്രായേൽ മക്കൾക്കുള്ളതാണ്. അത് പുതിയ നിയമത്തിലില്ല. ഒരു ഉദാഹരണം പറയാം. ആക്ഷരിക പരിച്ഛേദനയാണ് ന്യായപ്രമാണം പറയുന്നത്. പുതിയ നിയമത്തിലോ ആത്മീക പരിച്ഛേദന, ഹൃദയ പരിച്ഛേദന. ഹൃദയത്തിലുണ്ടാകുന്ന മാനസാന്തരം, വീണ്ടും ജനനം, രൂപാന്തരം, അതാണ് ആത്മീയ പരിച്ഛേദന. സ്തേഫാനോസ് പ്രസംഗിച്ച പ്രസംഗം ന്യായപ്രമാണത്തിൽ അധിഷ്ഠിതരായ യഹൂദന്മാർ കേട്ടുകൊണ്ടിരുന്നിട്ട് അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ കല്ലെറിഞ്ഞു പോകുന്നത്. ചാകുന്നതിനിപ്പോ ഭക്തൻ വിളിച്ചു പറഞ്ഞു, ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരെ ഉണ്ടോ? അക്കൂട്ടരാണ് യോഹന്നാൻ സ്നാപകന്മാർ പറഞ്ഞത് സർപ്പസന്തതികളെ ഉണ്ടോ? അവരോടാണ് കർത്താവും പറഞ്ഞത് സർപ്പസന്തതികളെ. ആരാ? ശാസ്ത്രിമാരും പരീശന്മാരും. മത്തായിയുടെ സുവിശേഷം 21 അവസാനം കൊണ്ട് പഠിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കുരുടന്മാരെ, മൂടന്മാരെ, കുരുടന്മാരായ വഴികാട്ടികളെ, കടലും കരയും കടന്ന് ഒരുത്തനെ മതത്തിൽ ചേർത്തിട്ട് ഇരട്ടിച്ച് നരകയോഗ്യരാക്കി തീർക്കുന്നവരെ, പിന്നെ വെള്ളം തേച്ച ശവക്കല്ലറുകളെ എന്നൊക്കെ വിളിച്ച് അവസാനം ഇവരാരെ എന്താ വിളിച്ചത്? സർപ്പസന്തതികളെ. എന്താ കാര്യം? ദൈവപ്രമാണം ലഭിച്ചെങ്കിലും അതനുസരിക്കില്ല. സ്തേഫാനോസ് പറഞ്ഞു, ദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം ലഭിച്ചെങ്കിലും നിങ്ങൾ അനുസരിക്കുന്നില്ല. അതുപോലെ പുതിയ നിയമസഭയിലെ പ്രമാണങ്ങൾ ബഹുഭൂരിപക്ഷം പാസ്റ്റർമാരും വിശ്വാസികളും അനുസരിക്കുന്നില്ല. ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ നിത്യത നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാൻ ചേർത്ത് വയ്ക്കുകയാണ് ഇതിനോടൊപ്പം. ഹല്ലേലൂയ. മത്തായി 5 മുഴുവൻ നമ്മൾ വായിച്ചു പഠിച്ചാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, മോശയുടെ പ്രമാണത്തിൽ അങ്ങനെ പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നു. മോശയുടെ പ്രമാണത്തിൽ പറയുന്ന മുഴുവൻ കർത്താവ് തിരുത്തി ക്രിസ്തുവിന്റെ പ്രമാണം സ്ഥാപിക്കപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് മത്തായി 5. അത് ഗ്രീക്ക് പ്രഭാഷണത്തിലെ ആദ്യത്തെ ചാപ്റ്ററായിട്ട് കിടക്കുക. എൻ്റെ വാത്സല്യ ദൈവമക്കൾ, ഇതൊന്ന് വായിച്ചു പഠിച്ചോണേ. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അധ്യായങ്ങളാണ് മത്തായി 5, 6, 7. ആ അധ്യായങ്ങളെല്ലാം ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ആ അധ്യായങ്ങളിലെ ഉപദേശങ്ങൾ മുഴുവൻ നിങ്ങൾ സസൂക്ഷ്മ ലേഖനം വായിച്ചു പഠിച്ചാൽ ലേഖനത്തിലൂടെ സഭയെ അവർ പഠിപ്പിച്ചു. വളരെ ശക്തിയായിട്ട് പഠിപ്പിച്ചു. അതിൽ ഒരു പഠനം മാത്രം ഞാനൊരു പറയാം. മത്തായി 5-ാം അധ്യായത്തിലെ 7-ാം അധ്യായത്തിലെ ഒരു ഭാഗം കർത്താവ് അവരെ പഠിപ്പിച്ചത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. എന്നാൽ പ്രവൃത്തി
20-ാം അധ്യായത്തിന്റെ 28 മുതൽ പഠിച്ചു വരുമ്പോൾ ഒന്ന് വായിച്ചേ. 28-ന്റെ 20 മുതൽ കർത്താവ് പറഞ്ഞു ചെന്നായ് എന്ന് പറഞ്ഞു, ചെന്നായ്ക്കളെ സൂക്ഷിക്കാൻ പറഞ്ഞു. പൗലൂസിന്റെ പ്രയോഗം എന്താണ്? 28-ന്റെ 20 മുതൽ ശ്രദ്ധിച്ചു അവിടെ അതാ വായി 28-ന്റെ 20 മുതൽ 20-ന്റെ 28 മുതൽ ഞാനങ്ങ് വായിക്കാം. നിങ്ങളെ തന്നെയും സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. കർത്താവ് പറഞ്ഞു ചെന്നായ് എന്ന്, പൗലൂസ് പറഞ്ഞു കൊടിയ ചെന്നായ്. എന്താ ഇതിങ്ങനെ വരാനുള്ള കാരണം? അപ്പൊ പറയാമോ? ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ മറിഞ്ഞിരിക്കുന്ന ഒരു സത്യമാണ്. കർത്താവ് പഠിപ്പിച്ചതും പ്ലസ് ആത്മാവ് പഠിപ്പിച്ചതും കൂടി ചേർത്താണ് ലേഖനങ്ങളിലെ പഠനങ്ങൾ. ഒന്നുകൂടി പറയാം, കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം, അത് നിങ്ങളുടെ പഠനത്തിനായിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, ഞാനത് വായിക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥൻ ആത്മാവാണ്. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായികൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോവുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട്, നീതിയെക്കുറിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, ന്യായവിധിയെക്കുറിച്ചും തന്നെ ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട്. എന്നാൽ നിങ്ങൾക്കിപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് നിങ്ങളെ അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ, അത് മത്തായി 14-ന്റെ 25-26, ഞാൻ നിങ്ങളോട് കൂടി വസിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. അതിൻ്റെ അർത്ഥം, എനിക്ക് ഒത്തിരി നിങ്ങളോട് പറവാനുണ്ട്, പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഉപദേശമൊന്നും വഹിപ്പാൻ എന്തില്ല, ശക്തിയില്ല. നിങ്ങൾ കർത്താവ് ക്രൂശിക്കപ്പെടാൻ ഞാൻ ക്രൂശിക്കപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ചഞ്ചലപ്പെട്ടിരിക്കുക, കുഴപ്പമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ വരുമ്പോൾ ഞാൻ ഉപദേശിച്ച് തരാത്തത് എന്ത് ചെയ്തു? ഉപദേശിച്ചു തരും. ഈ മർമ്മം നമ്മുടെ തിരുവെഴുത്തി ലേഖനങ്ങളെ കുറിച്ചുള്ള പഠനത്തെക്കുറിച്ച് പറഞ്ഞ മരമണ്ടൻ, ഞങ്ങളുടെ പേരെടുത്ത് പറയുന്നതിനേക്കാളും നല്ലത് അങ്ങനെ പറയുന്നതല്ലേ. പുള്ളിക്ക് അറിയത്തില്ലത്. ലേഖനങ്ങളുടെ പ്രസക്തി എന്താണെന്ന് അറിയത്തില്ല. പാസ്റ്റർ ഡാമിൻ എന്ന് പറയുന്നത് പാപമാണെന്ന് എനിക്ക് തോന്നിപ്പോവുക. കർത്താവിനോട് ക്ഷമിക്കട്ടെ. വെറും ഡാമിൻ എന്ന് പറഞ്ഞാൽ മതി. ഒരു പാസ്റ്റർ ആയിരിക്കാനുള്ള യാതൊരു യോഗ്യതയും അവനില്ല. അപ്പൊ ചോദിക്കും കാശുണ്ടാക്കി, അത് കാശുണ്ടാക്കി. അതുപോലെ എത്ര പേര് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മേലൊക്കെ FIR വീഴും. അവസാനം അവരത് മനസ്സിലാക്കിക്കോളും. പോട്ടെ, ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അപ്പോ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. ഞാൻ പറയാൻ വിട്ടത് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു തരും? ഉപദേശിച്ചു തരും. അങ്ങനെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചതും കർത്താവ് ഉപദേശിച്ച് അവരെ പഠിപ്പിച്ചതും, പരിശുദ്ധാത്മാവ് ഒരു ടീച്ചറിനെ പോലെ ഇരുന്ന് അവരെ പഠിപ്പിച്ചു, കർത്താവ് അവരെ പഠിപ്പിച്ചു. അപ്പൊ ഇത് രണ്ടും കൂടി ചേർത്ത് എഴുതിയ ലേഖനങ്ങളാണ് പുതിയ നിയമസഭയുടെ ഉപദേശം. അത് മുഴുവൻ ആത്മീക മർമ്മങ്ങളുടെ കലവറകളാണ്. പൗലൂസ് പറയുന്നുണ്ട് മർമ്മങ്ങൾ 9 മർമ്മങ്ങളെ കുറിച്ച് പൗലൂസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനതൊരു ക്ലാസ് പോലെ പിന്നീട് എടുക്കുന്നുണ്ട്. 9 മർമ്മങ്ങൾ. അതിലെ പല മർമ്മങ്ങളും ആർക്കും ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. തട്ടിപ്പും വെട്ടിപ്പും ചതിവും വഞ്ചനയും നടത്തി ആൾക്കാരെ കൊള്ളയടിച്ചു പോകുന്ന പാർഷന്മാരെന്ന് പറയുന്നവർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവരുടെ തലയിലോട്ട് ഇതൊന്നും കയറത്തില്ല. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാനിത് പറയുന്നത്, ഇത്ര വ്യക്തമായിട്ട് പറയുന്നത്. സ്തോത്രം. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിപ്പാൻ താല്പര്യപ്പെടുക. കർത്താവ് പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, = അപ്പോസ്തലന്മാരുടെ ഉപദേശം. കർത്താവ് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചു. അതാണ് പൂർണ്ണമായ പുതിയ നിയമസഭയുടെ ഉപദേശം. അത് തള്ളിക്കളഞ്ഞാൽ പിന്നെ ഒരുത്തന് ദൈവരാജ്യം ഇല്ലെന്ന് തന്നെ ഞാൻ പ്രസംഗിക്കും. അതുകൊണ്ട് ആ ഉപദേശങ്ങൾ നമ്മൾ തള്ളിക്കളയരുത്. പൗലോസ് ഇവിടെ പറയുന്നത്
രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ പഠിച്ചും അഭ്യസിച്ചും ഇരിക്കുന്നതിൽ നീ നിലനിൽക്ക. പ്രവൃത്തി 20:32 വായിച്ചേ. പ്രവൃത്തി 20:32. ഇന്നുകൊണ്ട് വാക്യം വായിച്ചു നിർത്താൻ പോവാം. 12 ആ നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടെ അവകാശം തരുവാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ആത്മീയവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോട് കൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ആ വചനത്തിൽ നിലനിൽക്കണം. ആ വചനം അപ്പോസ്തലന്മാർ തരുന്ന വചനത്തിൽ നിലനിന്നോണം. പൗലോസും പത്രോസും യോഹന്നാനും യാക്കോബും തരുന്ന ഉപദേശ സത്യത്തിൽ നിലനിന്നോണം. അവരാണ് സഭയുടെ തൂണുകൾ. പത്തടിപ്പാലത്തൊരു തൂണ് ചരിഞ്ഞപ്പോൾ എന്ത് പറ്റി? ട്രെയിൻ നിർത്തിവെച്ചു. വൺ വേ ആയിട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. ദൈവസഭയുടെ ഉപദേശം തരുന്ന പത്രോസ്, യോഹന്നാനും യാക്കോബും യൂദയും തരുന്ന അവരാണ് സഭയുടെ തൂണുകൾ. പില്ലേഴ്സ്, ദ പില്ലേഴ്സ് ഓഫ് ചർച്ച്. അപ്പൊ ആ സഭയുടെ ഉപദേശം തരുന്ന അപ്പോസ്തലന്മാരാണ് സഭയുടെ പില്ലറുകൾ. ആ ഉപദേശം നീ പഠിപ്പിച്ചില്ലെങ്കിൽ മെട്രോ ട്രെയിൻ ചരിഞ്ഞതുപോലെ ഒടിഞ്ഞു പറഞ്ഞു വീണ് നരകത്തിലോട്ട് പോകും. മനസ്സിലായോ വല്ലതും? ഇല്ല, കൃത്യമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അതങ്ങനെ തന്നെ, അതിൻ്റെ യാതൊരു സ്വത്രം എന്താ പറയുക, കണ്ടൻസും നഷ്ടപ്പെടാതെ അതങ്ങനെ തന്നെ സഭയെ പഠിപ്പിക്കണം. കൂട്ടരുത്, കുറയ്ക്കരുത്, കോട്ടിക്കളയരുത്, മറിച്ച് കളയരുത്. ഇതാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ന്യൂ ജനറേഷൻ പാസ്റ്റർമാരും ചെയ്തുകൊണ്ടിരിക്കുന്നതാ. പോക്കറ്റിൽ നിന്ന് ഫ്ലാറ്റ് എടുത്ത് കൊടുക്കുന്നവരും ഊതിയിട്ടും ഉന്തിയിട്ടും കുറപ്പിച്ചും ചിരിപ്പിച്ചും ഛർദ്ദിപ്പിച്ചും തുള്ളിപ്പിച്ചും പോക്കറ്റിൽ കിടക്കുന്ന കാശ് മുഴുവൻ അടിച്ചു മാറ്റുന്ന ദ്രവ്യാഗ്രഹികളും കള്ളപ്രവാചകന്മാരും പറയുന്നത് മുഴുവൻ നിങ്ങൾ കേൾക്കരുത്. ദുരുപദേശമാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പറയുന്ന ഉപദേശം കേട്ട് അനുസരിച്ചോണം. ഹല്ലേലൂയ. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാണ്. എല്ലാ തിരുവെഴുത്തും ദൈവവിശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല തൽപ്രവൃത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയിലെ അഭ്യസനത്തിന് പ്രയോജനമുള്ളതാണ്. മോശയുടെ പ്രമാണത്തിൽ ഉപദേശം, ശാസനം എല്ലാം ഉണ്ട്. അതെല്ലാം തട്ടിക്കളഞ്ഞവരെല്ലാം നശിച്ചുപോയി. പാട്ടും പാടി ഇറങ്ങി പുറപ്പെട്ടവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി. അതുപോലെ പുതിയ നിയമസഭയിലും ശാസന, ഉപദേശം, കഠിനമായി ശാസന, തർജ്ജനം, ഇതൊക്കെ ഉണ്ട്. ഇതാര് കേട്ട് അനുസരിക്കുന്നില്ലയോ അവൻ്റെ കാര്യം പോകാം. നിങ്ങളാണെങ്കിലും ഉണ്ട്, അവിടെയാണെങ്കിലും അതെ. ദൈവവചനത്തിൻ്റെ ഉപദേശം, ശാസനയും തർജ്ജനവും കേട്ടനുസരിച്ചു. ഇടറിയിട്ടൊന്നും ഒരു കഥയില്ല. കാര്യം നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലേ. ഇതനുസരിക്കാതെ നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുന്നേ? അതുകൊണ്ട് ഞാൻ കൈകൂപ്പി വിളിച്ചു പറയാം, നീ ഇന്നവരോട് പഠിച്ചോന്നോർക്കേ. രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ മതിയായ തിരുവെഴുത്തുകൾ, അപ്പോസ്തലന്മാർ തരുന്ന തിരുവെഴുത്തുകൾ, പൗലോസ് തീമോഥെയോസിനെ പഠിക്കും. അതിൽ നിലനിൽക്കുക, ആ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിലനിൽക്കുക, പുതിയ നിയമ ഉപദേശ സത്യങ്ങളിൽ നിലനിൽക്കുക. നിങ്ങൾക്ക് ആത്മവർദ്ധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടി അവകാശം തരാൻ കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും, ക്രിസ്തുവിന്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. അതിൽ നിലനിന്നുകൊള്ളാൻ. പ്രവൃത്തി 20:32 അതിൽ നിലനിൽക്കുക. യഹൂദന്മാരോട് എന്താ പറഞ്ഞത്? എൻ്റെ വചനത്തിൽ നിലനിൽക്കുക. പെന്തക്കോ സമൂഹമേ, കണ്ണിനെങ്കിലും തുറന്നേ, ഈ വചനങ്ങളൊക്കെ ഒന്ന് കേട്ടേ, ഇതൊക്കെ ഒന്ന് അനുസരിച്ച് ജീവിച്ചേ. ദുരുപദേശം കൊണ്ട് നിറഞ്ഞു കിടക്കുക ആത്മീയ കോളം. ഈ ഭൗതിക ലോകം സൈബർ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന പോലെ ഈ ആത്മീയ കോളം ദൈവവചനം ദുരുപദേശമായി പഠിപ്പിക്കുന്ന ദുരുപദേശികളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. അതിൻ്റെ ഇടയിൽ ഇതാ സത്യവചനം, പഥ്യവചനം മായമില്ലാത്ത പാലായിട്ട് എടുത്തു തരിക. കുട്ടിച്ച് വളരെ ആത്മീയ വളർച്ചയ്ക്ക്, ആത്മീയ വർധനവിന്, ആത്മീയ നിറവിന് ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനം, ഭക്തിക്കൊത് ഉപദേശം ആഴത്തിൽ പഠിച്ചും കേട്ടും ഗ്രഹിച്ചും വളർന്നും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ആമേൻ, 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 ആമേൻ.
സ്വോത്രം ചെയ്യാം, അല്പസമയം സ്വോത്രം ചെയ്യാം. സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ച സ്വോത്രം സ്വോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജ്ഞാനിയാക്കുന്ന തിരുവഴുത്തെ കുറിച്ചുള്ള തിരുവനസത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ആഴമായ വചനങ്ങൾ കർത്താവ് ഈ പകൽക്കാലം ദൈവം പകർന്നതിനായി സ്തോത്രം. ഈ വചനങ്ങൾ കർത്താവ് ആർക്കൊന്നും കിട്ടാത്ത ഈ വചനം ദൈവദാസിൽ കൂടി ദൈവം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവ് ഈ വചനം കേട്ടവർക്കെല്ലാം ആത്മീയ സന്തോഷം നിറയുവാൻ, കർത്താവ് നല്ലൊരു കൂട്ടായ്മയിൽ പങ്കാളിയാകുവാൻ ദൈവം നൽകിയ കൃപക്കായി സ്തോത്രം. ഈ പ്രഭാ 2-3 പേരിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂതമധ്യയൻ ഉണ്ടാകുന്നവൻ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടിയ കൂട്ടായ്മ ദൈവം നൽകിയ കൂട്ടായ്മ ആത്മീയ സന്തോഷം ദൈവം കർത്താവ് ഈ ഭവനത്തിലായിരുന്നതിന് ഉപദേശം കേട്ട ഈ വചനങ്ങൾ മുഖാന്തരമായി ഭവിക്കട്ടെ. ക്രിസ്തുവിന്റെ ഭാവമുള്ളവരായി, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി എന്റെ ദിവസങ്ങളുടെ സുഖത്തിന് കൂട്ടാളികളെ എത്തിക്കുവാൻ സഹായിച്ച. ആമീൻ ആമീൻ. കർത്താവുടെ പ്രാർത്ഥനയുടെ സ്തോത്രം ചെയ്യാം. സ്വോത്ര സ്വോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും യേശു ക്രിസ്തുവിന്റെ കൃപയും നമ്മെ ആശ്വസിപ്പിച്ച് വഴിയെടുത്ത പരിശുദ്ധാത്മാവിന്റെ സംസർഗം കാവലും കൂട്ടായ്മ നമ്മോടും നാം പ്രാർത്ഥന വിഷയങ്ങളോടും ഉള്ളത്തുള്ള സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാണ്. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വേഗം വരും. കർത്താവിന്റെ ദിവ്യ സമാധാനം നമ്മുടെ കൂടെ ഇരിക്കട്ടെ. ആമേൻ 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 ആമേൻ.